ചോദിച്ചതിലും നീനച്ചതിലും പരമായി എന്നെ നടത്തിയ ദൈവത്തിനു സ്തോത്രം. ചിന്തിച്ചതിലും പറഞ്ഞതിലും പരമായി എന്നെ കരുതിയ ദൈവത്തിനു സ്തോത്രം. ആശ്രയം ഈ ദൈവം എൻ്റെ യേശു, ഈ ദൈവം നല്ലൊരാശ്രയം. ചോദിച്ചതിലും നീനച്ചതിലും പരമായി എന്നെ നടത്തിയ ദൈവത്തിനു സ്തോത്രം. ചിന്തിച്ചതിലും പറഞ്ഞതിലും പരമായി എന്നെ കരുതിയ ദൈവത്തിനു സ്തോത്രം.
പരമാ ചോദിച്ചതിലും നനച്ചതിലും പരമായി എന്നെ നടത്തിയ ദൈവത്തിനു സ്തോത്രം. ചിന്തിച്ചതിലും പറഞ്ഞതിലും പരമായി എന്നെ കരുതിയ ദൈവത്തിനു സ്തോത്രം. ഈ ദൈവം നല്ല ദൈവം, ഈ ദൈവം എൻ സഹായം, ഈ ദൈവം എൻ്റെ യേശു, ഈ ദൈവം നല്ലൊരാശ്രയം, ഈ ദൈവം എൻ്റെ യേശു, ഈ ദൈവം നല്ലൊരാശ്രയം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രിയൻ വരുമ്പോൾ അവന്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. സുഖം വേണ്ടെനിക്ക്, മനുഷ്യമാനം വേണ്ടെനിക്ക്. ഉലക സുഖം വേണ്ടെനിക്ക്, മനുഷ്യമാനം വേണ്ടെനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. സ്തോത്രം. പ്രിയൻ വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും. എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് ആർക്കും നിശ്ചയമില്ല. യേശുവിനെ പോലും അറിഞ്ഞുകൂടാ എപ്പോഴാണ് കർത്താവ് വരുന്നതെന്ന്. പിതാവായ ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. എന്നാൽ യേശു വീണ്ടും വരും. അന്ന് എനിക്ക് തിരുസന്നിധിയിലേക്ക് പറന്നുയരാൻ കഴിഞ്ഞാൽ മതി. വേറൊന്നും വേണ്ട. ലോകസുഖം എനിക്ക് വേണ്ട, ലോക ഇമ്പം എനിക്ക് വേണ്ട, ഒന്നും വേണ്ട. ഇത് വാസ്തവമായി നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹമായി തീർന്നാൽ തീർച്ചയായിട്ടും ഞാൻ രക്ഷപ്പെട്ടു. വാസ്തവത്തിൽ ഇതെൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. വാക്കിൽ ശബ്ദത്തിലുള്ളതായ ചൊല്ലുമ്പോഴുള്ളതായ വാക്കല്ല, അതിൻ്റെ ആഗ്രഹമല്ല. ആ ചൊല്ലുന്ന വാക്കുകൾക്കപ്പുറം ഹൃദയത്തിൻ്റെ ഒരു അഭിവാഞ്ചിയായി മാറണം. യേശുക്രിസ്തു വീണ്ടും വരും. കർത്താവ് വരുമ്പോൾ ഞാനും പറന്നുയരണം. സ്തോത്രം. ഈ പറക്കുന്നതിന് തടസ്സം നമുക്ക് നമ്മുടെ ശരീരം ഒന്നും പറക്കാനൊക്കെ പറ്റില്ല. കാരണം ശരീരത്തിൻ്റെ ഖനം ഈ ഭൂമിയുടെ ആകർഷണശക്തി കൊണ്ട് താഴോട്ടിങ്ങ് പോരും. ഭൂമിയുടെ ആകർഷണമുണ്ട് നമ്മുടെ മേൽ. ഈ ഭൂമിയുടെ ആകർഷണം ഉള്ളതുകൊണ്ട് നാം കുറേ പൊങ്ങിയാൽ പോലും, ചാടി പൊങ്ങി പോയാൽ പോലും താഴോട്ട് പോരും. എന്നാൽ ഈ ഭൂമിയുടെ ആകർഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. ഭൂമിയുടെ ആകർഷണം നമ്മെ തൊടാത്ത വിധത്തിൽ വേറൊരു വലിയൊരു ആകർഷണം നമ്മെ മുകളിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു ആകർഷണം ഉണ്ടാകണം. ഭൂമിയിലേക്ക് വലിച്ച് താഴ്ത്തുന്ന ഒരാകർഷണം ഉള്ളതുപോലെ തന്നെ ഈ ഭൂമിയിൽ നിന്നും ഉയരത്തിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു ആകർഷണം നമുക്കുണ്ടായിരിക്കണം. അതിന് വാസ്തവത്തിൽ വേണ്ടതേ ഉള്ളൂ. നാം ഓരോരുത്തരും ഒരു ആത്മീയ കാന്തമായി നിൽക്കണം. സ്പിരിച്വൽ മാഗ്നറ്റിസം, ആത്മീയമായൊരു കാന്തശക്തിയായിട്ട് നിൽക്കണം. അങ്ങോട്ട് വലിച്ചെടുക്കുന്ന, മുകളിലേക്ക് വലിച്ചുയർത്തുന്ന ആ അനുഭവം നമുക്ക് ലഭിക്കണം. നമുക്കെല്ലാവർക്കും ലഭിക്കണം. അതിനുവേണ്ടിയാണ് നാം കൂടി വരുന്നത്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? വേറൊന്നുമില്ല. ഒരു ദിവസം കർത്താവായ യേശുക്രിസ്തു വരും. അപ്പോൾ ആ സ്വർഗ്ഗോന്നതങ്ങളിലേക്ക്, രാജാധിരാജൻ്റെ തിരുസന്നിധിയിലേക്ക് പറന്നെത്തണം. അവിടെ പറന്നുയരണം. അതിന് നമുക്ക് മുകളിൽ നിന്നൊരു ആകർഷണം കിട്ടുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇവിടെയുള്ള ആകർഷണങ്ങളെല്ലാം പോകണം. ഇങ്ങോട്ടുള്ളതായ എല്ലാ ബന്ധങ്ങളും മറ്റു പോകണം. എന്ന് പറഞ്ഞാൽ എന്താണ്?
നമുക്ക് ഭാര്യ വേണ്ടെന്നോ ഭർത്താവ് വേണ്ടെന്നോ അപ്പം വേണ്ടെന്നോ മോൾ വേണ്ടെന്നോ അല്ല. അതെല്ലാം ഉണ്ട് തീർച്ചയായിട്ടും. അത് പരസ്പര സ്നേഹത്തിലെല്ലാം അധിഷ്ഠിതമാണ് താനും. പക്ഷേ അതല്ല, അതിനപ്പുറത്ത് ഒരു ആത്മീയമായ ഒരാകർഷണം നമുക്കുണ്ടായിരിക്കണം. ആകർഷണം. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ലെന്ന് കർത്താവ് പറഞ്ഞു. എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല. സ്വർഗീയ പിതാവിൻ്റെ ഒരു ആകർഷണം. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും വന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂസിലെ സ്നേഹത്തിൻ്റെ ഒരു ആകർഷണം. ആ ആകർഷണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൗകികമായുള്ള താല്പര്യങ്ങളും ആകർഷണങ്ങളും എല്ലാം ചൊരിഞ്ഞു പോകും, വിട്ടുവിട്ടു പോകും. നമ്മുടെ ജീവിതത്തിലെ ഈ ഭൗതികമായ ആകർഷണങ്ങൾ എല്ലാം വിട്ടുപോകുന്നൊരവസ്ഥയുണ്ട്. ഭൗതികമായ ഈ ലോകത്തിനോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ അത് എന്തെല്ലാം ഉണ്ടോ നമുക്കറിയാം. ഓരോന്നും നമ്മളറിയാതെ തന്നെ ഊർന്നൂർന്നു പോകുന്നു. ഈ ലോകത്തിലേക്കുള്ള ആകർഷണം ഉള്ളതുകൊണ്ടാണ് നമുക്ക് പാവം വരുന്നത്. അതുകൊണ്ടാണ് അശുദ്ധി സംഭവിക്കുന്നത്. ഈ ലോകത്തിലേക്കുള്ള ആകർഷണം നിൽക്കുന്നതുകൊണ്ടാണ് പരസ്പരം വഴക്ക് വരുന്നത്. ഈ ലോകത്തിലേക്കുള്ള ആകർഷണം നിൽക്കുന്നതുകൊണ്ടാണ് ഇഷ്ടക്കുറവും മുഷിച്ചിലും പിണക്കവും വരുന്നത്. ഈ ലോകത്തിലേക്കുള്ള ആകർഷണം നിൽക്കുന്നതുകൊണ്ടാണ് കുടുംബം ചിതറിച്ചു പോകുന്നത്, കുടുംബം കലഹിച്ചു പോകുന്നത്, കുടുംബം ഭിന്നിച്ചു പോകുന്നത്. ഈ ലോകത്തിലേക്കുള്ള ആകർഷണം ഓരോന്നോരോന്ന് വിട്ടുവിട്ട് പോകുമ്പോഴേക്കും നാം പയ്യെ ഉയർന്നു പോകും. ആത്മീയമായ ഒരു ഉന്നമനം നമുക്ക് ലഭിക്കും, ആത്മീയമായ ഒരു ഉയർച്ച നമുക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. അതൊരു വലിയ മഹത്വപൂർണ്ണമായൊരു അനുഭവമാണ്. അങ്ങനെ ഉയർന്ന് നാം പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് പ്രിയൻ്റെ വരവിൻ്റെ ശബ്ദം കേൾക്കുന്നത്, കാഹളനാദം കേൾക്കുന്നത്. കർത്താവിന് ഗംഭീരനാദം, പ്രധാനത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ഇത് കേൾക്കുമ്പോഴേക്കും നാം ഇതാ പറന്നുയരുന്നു. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടിയത്, ഖേദം വേണ്ട മിശിഹായിൽ മൃതി പൂണ്ടവരെ. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ മരിച്ചവരാണ്, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. ഖേദം വേണ്ട മിശിഹായിൽ മൃതി പൂണ്ടവരെ. എന്താണത്? നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനെ എതിരേൽപ്പാനായിട്ട് പറന്നു പോകാനുള്ള സമയം ആസന്നമായിരിക്കുന്നു. നിങ്ങൾ മഹിമാവിൻ നീരാളം ചാർത്തിക്കൊണ്ട് പറന്നു പോകും. മഹത്വത്തിൻ്റെ തേജോവസ്ത്രം ധരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ പറന്നു പോകും. ജീവൻ പ്രദാനം ചെയ്യുന്നവനെ, ആദാം മക്കളായ മനുഷ്യർക്ക്, ആത്മാവിൽ മരിച്ചുപോയ ആദാം മക്കളായ മനുഷ്യർക്ക് ജീവൻ പ്രദാനം ചെയ്യുന്ന നാഥ കൃപ ചെയ്യണമേ. മരിച്ചുപോയവരെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. മിശിഹായിൽ മൃതി പൂണ്ടവരെക്കുറിച്ച് കരയേണ്ട കാര്യമില്ല. ഖേദം വേണ്ട. നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നു, താമസിക്കില്ല. നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നു, ആസന്നം പ്രതിഫലം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവേളയിൽ നിങ്ങൾക്ക് സ്വർഗീയമായ രാജാധിരാജൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നു. നിങ്ങൾ ഭാഗ്യശാലികളാണ്. നിങ്ങൾ അവിടെ ഈ കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വിശുദ്ധന്മാർ പറന്നുയരുമ്പോൾ ആ കൂട്ടത്തിൽ ഈ നിങ്ങൾ പറന്നുയരും. പറക്കുവാനുള്ളതായ സാധ്യത എങ്ങനെയാണ്? നമുക്ക് ഇവിടെ വെച്ച് ഒരു ചിറക് കിട്ടുന്നു, ഈ ഭൂമിയിൽ വെച്ച് ചിറക് കിട്ടുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ വെറും പ്രസംഗമായിട്ട് കേൾക്കരുത്, വെറും ചില വാക്കുകൾ കേൾക്കുകയല്ല. ഇതെല്ലാം സജീവമായ അനുഭവങ്ങളാണ്. ഈ ഭൂമി ഇരിക്കുമ്പോൾ തന്നെ സ്തുതിയുടെ ചിറക് മേടിക്കണം. സ്തുതിയുടെ ചിറക്. എങ്ങനെ സ്തുതിയുടെ ചിറക് കിട്ടുന്നത്? കർത്താവേ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. കാരാഗ്രഹത്തിൽ വരുന്ന സ്തുതി കിട്ടില്ല. സ്തോത്രം വരണമോ സ്തുതി വരണമോ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരണം. ഇന്ന് അനേകരും ജയിലിനകത്താണ്. ആരുടെ? പിശാചിൻ്റെ ജയിലിനകത്താണ്. അതുകൊണ്ടാണ് അടക്കാൻ വയ്യാത്ത കോപം വരുന്നത്. പിശാചിൻ്റെ ജയിലിനകത്താണ്. അതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നിച്ച് കഴിയുന്നത്, അഭിപ്രായ വ്യത്യാസം വരുന്നത്. പിശാചിൻ്റെ ജയിലിനകത്താണ്. അതുകൊണ്ട് കോളേജിലെ ഹോസ്റ്റലിൽ റാഗിങ് നടക്കുന്നത്. പിശാചിൻ്റെ ജയിലിനകത്താണ് പാവങ്ങൾ. ഈ റാഗ് ചെയ്യുന്നവരൊക്കെ അവർക്കറിയാൻ പാടില്ല, അവർക്ക് വരുന്ന ശാപം എന്താണെന്ന് അവർ അറിയുന്നില്ല. മഹാബലി വിനാശത്തിലേക്ക് അവർ നീങ്ങുകയാണ്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ശിക്ഷ അനുഭവിക്കും, അതിനപ്പുറം മരിച്ച ശേഷം ശിക്ഷ അനുഭവിക്കും. അതുപോലെ തന്നെ ഈ പിശാചിന് തടവറയിലായതുകൊണ്ടാണ് പണാപഹരണം നടത്തുന്നത്. പണാപഹരണം, കള്ളക്കണക്ക് എഴുതുന്നത്, തെറ്റായ വഴിയിൽ നീങ്ങുന്നത്. പിശാചിൻ്റെ പണിപ്പുരയിൽ, പിശാചിൻ്റെ ആയുധശാലയിൽ, പോരാ പിശാചിൻ്റെ ജയിലറയിൽ അനേകരും കിടക്കുകയാണ്. അതുകൊണ്ട് പിശാചിൻ്റെ ജയിലിൽ നിന്ന് മോചനം പ്രാപിച്ചാൽ സ്തുതി കിട്ടും. ആ സ്തുതി കിട്ടിയാൽ പറക്കാം. എങ്ങനെ? ആത്മാവിൽ പറക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും സ്തുതിയുള്ളവരായി തീരണം. ആത്മാവിൻ്റെ സ്തുതിയുള്ളവരായി തീരണം. ആത്മാവിൻ്റെ ബന്ധനങ്ങൾ അഴിയണം. ആത്മാവിലുള്ള കെട്ടുകൾ പൊട്ടിക്കിട്ടണം. ദൈവത്തിന് സ്തോത്രം. ഇതില്ലെങ്കിൽ, ആ സ്തുതി ലഭിച്ചില്ലെങ്കിൽ നഷ്ടമാണ്. ഇവിടെ വെച്ച് ആത്മാവിൻ്റെ സ്തുതി ലഭിക്കണം. പുറമേ സ്തുതി എന്ന് പറയുന്നതല്ല ആത്മാവിൻ്റെ സ്തുതി. ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഊറി വരുന്നതായ ഒരു ആത്മീയ അനുഭൂതിയാണ് സ്തുതി എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ നിന്ന് പൊങ്ങി വരുന്നതായ ഒരു ആത്മീയമായ അനുഭവമാണ് സ്തുതി. ആ സ്തുതി നിങ്ങൾക്ക് ലഭിക്കണം. പ്രിയപ്പെട്ടവരെ, സ്തുതിയെ ഒരിക്കലും അധിക്ഷേപിക്കരുത്. സ്തുതിയും സ്തോത്രവും ആരെങ്കിലും പറയുമ്പോൾ നിങ്ങൾ പുച്ഛിക്കരുത്. ദോഷമാണത്. കാരണം അത് പരിശുദ്ധാത്മ നൽകുന്നൊരു വലിയൊരു അനുഭൂതിയാണ്, വലിയ അനുഭവമാണ്. അതിനെ ആരും നിസ്സാരമായി കാണരുത്.
സ്തുതി അത്യന്തം ഗൗരവമേറിയൊരു കാര്യമാണ്. ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഒരു വഴിയാണ്, ഒരു ഉപാധിയാണത് സ്തുതിയിൽ കൂടിയാണ് ദൈവത്തോട് അടുക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്തുതിക്കാൻ വകയില്ല. ഒന്ന് ഓർത്ത് നോക്കൂ, ചിന്തിച്ച് നോക്കൂ. എൻ്റെ കർത്താവേ, ഇത്രയും കാലം ഞാൻ ഈ യോഗത്തിന് വന്നു, ദൈവമേ, പല നാളായി കേട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഒരു പാപിയാണെന്ന്. എനിക്ക് പാവബോധം കിട്ടുന്നു. എൻ്റെ ദൈവമേ, ഞാൻ കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഇപ്പോൾ എനിക്ക് പാവബോധം കിട്ടുന്നുണ്ട്. ദൈവമേ, നിനക്ക് സ്തുതി. എൻ്റെ ശരിയായ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കർത്താവേ, നിനക്ക് സ്തുതി. എൻ്റെ കർത്താവേ, ഞാൻ അപകടത്തിലേക്ക്, അനർത്ഥത്തിലേക്ക്, നിത്യനാശത്തിലേക്ക്, നിത്യ നരകത്തിലേക്ക്, നിത്യ ഘോരാഗ്നിയിലേക്ക് ഞാൻ പോകുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കർത്താവേ, നിനക്ക് സ്തുതി. ഈ അറിവ് നീ എനിക്ക് തന്നല്ലോ, വചനം നീ എനിക്ക് തന്നല്ലോ, സത്യത്തിൻ്റെ വചനം നീ കേൾപ്പിച്ചല്ലോ. ദൈവമേ, നിനക്ക് സ്തുതി ഉയരുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ സ്തുതിയിൽ കൂടി നാം സ്വർഗോന്നതങ്ങളിലേക്ക് കയറി പോവുകയാണ്. ഒന്നുകൂടി അടുത്ത് പറഞ്ഞാൽ പറയും, ആ സ്തുതിയിൽ കൂടി നിത്യനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മനസ്സിലാകുന്ന പ്രിയപ്പെട്ടവരെ, സ്തുതിയിൽ കൂടി ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. സ്തുതിയിൽ കൂടി കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അരികിലേക്ക് വരുന്നു. വിശുദ്ധ സ്തുതി വീരുമ്പോൾ വിശുദ്ധ സ്തുതിയിൽ കൂടി ക്രിസ്തു നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ ക്രിസ്തു അരികത്ത് വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഗുണം കിട്ടുന്നത്? ക്രിസ്തു അരികത്ത് വരുമ്പോൾ ക്രിസ്തു നമ്മുടെ കേടുകൾ മാറ്റിത്തരുന്നു. ക്രിസ്തു നമ്മുടെ പോരായ്മകൾ നികത്തി തരുന്നു. ക്രിസ്തു നമ്മുടെ അപകർഷതാബോധം മാറ്റി തരുന്നു. ക്രിസ്തു നമുക്ക് ഉന്മേഷം തരുന്നു, ആത്മീയ ഉന്മേഷം തരുന്നു, ഊർജ്ജസ്വലത തരുന്നു. ക്രിസ്തു നമുക്ക് കരുത്ത് തരുന്നു. ക്രിസ്തുവിൻ്റെ വചനം സാക്ഷിപ്പാനുള്ള കൃപ തരുന്നു. വചനം പറയാനുള്ള കൃപ തരുന്നു. ക്രിസ്തു നമ്മുടെ അരികിലേക്ക് വരുന്നു. സ്തോത്രം. അങ്ങനെ സ്തുതിയിൽ നാം വളരേണ്ടതിന് പകരം ഇന്ന് അനേകരും വിലാപത്തിലാണ്, ദുഃഖത്തിലാണ്. എന്താണ്? നമുക്ക് വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. അവൻ എന്നെ കയ്പ് കൊണ്ട് നിറച്ചു, കാഞ്ഞിരം കൊണ്ട് മത്ത് പിടിപ്പിച്ചിരിക്കുന്നു. കയ്പ് കൊണ്ട് നിറച്ചു, കാഞ്ഞിരം കൊണ്ട് മത്ത് പിടിപ്പിച്ചിരിക്കുന്നു. അയ്യോ, എനിക്ക് കാഞ്ഞിരത്തിൻ്റെ കയ്പാണ്. ഈ ജീവിതം ദുസ്സഹമാണ്, ഒരിക്കലും വിശ്രമമില്ലല്ലോ. അയ്യോ, എനിക്ക് കാഞ്ഞിരത്തിൻ്റെ ആ കയ്പേറിയ അനുഭവം എനിക്ക് വരുന്നല്ലോ. അവൻ എന്നെ കയ്പ് കൊണ്ട് നിറച്ചു, കാഞ്ഞിരം കൊണ്ട് എന്നെ മത്ത് പിടിപ്പിച്ചിരിക്കുന്നു. അവൻ കല്ലുകൊണ്ട് എൻ്റെ പല്ല് തകർത്ത്, എൻ്റെ പല്ല് അവൻ തകർത്ത് കളഞ്ഞു. പിന്നെ എന്നെ വെണ്ണീരിൽ ഇട്ടുരുട്ടിയിരിക്കുന്നു. എന്നെ ചാരത്തിലിട്ട് ഉരുട്ടിയിരിക്കുന്നു. കണ്ണീരും കയ്യുമായി ഞാൻ വലയുകയാണ്. ചാരത്തിലിടുന്ന് ഉരുണ്ടുകൊണ്ട് ഞാൻ കരയുകയാണ്. നീ എൻ്റെ പ്രാണനെ സമാധാനത്തിൽ നിന്ന് നീക്കി, ഞാൻ സുഖം മറന്നിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ സമാധാനത്തിൽ നിന്ന് നീക്കി, ഞാൻ സുഖം മറന്നിരിക്കുന്നു. സുഖം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു, എല്ലാം മറവിയായിപ്പോയി, എല്ലാം തീർന്നു. എൻ്റെ ജീവിതത്തിൽ സുഖമില്ലിനി, എല്ലാം ദുരിതം തന്നെ. ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ കാണാം, അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ കയ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ദുരിതം പിടിച്ച അനുഭവങ്ങളിലൂടെ, യാതനയേറ്റ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ഈ കയ്പ് കാഞ്ഞിരം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഞാൻ എന്തു വേണ്ടു? സമാധാനിക്ക് അന്യമായി പോയിരിക്കുന്നു, സമാധാനത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ സമാധാനത്തിൽ നീക്കി, ഞാൻ സുഖം മറന്നിരിക്കുന്നു. എൻ്റെ മഹത്വവും യഹോവയെങ്കിലുള്ള എൻ്റെ പ്രത്യാശയും പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, എനിക്ക് പ്രത്യാശയില്ല, അത് തീർന്നു. ഇനി എനിക്ക് ആശയ്ക്ക് വകയില്ല. എൻ്റെ ജീവിതം തീർന്നു. എൻ്റെ ആശയൊക്കെ അസ്തമിച്ചു പോയി. എൻ്റെ ജീവിതം തീർന്നു പോയി. എനിക്ക് ചിരിയില്ല, എല്ലാം തീർന്നു. സന്തോഷമില്ല, സമാധാനമില്ല, എല്ലാം തീർന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന അനേകർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. അനേകർ, എനിക്കുണ്ടോ ഇനി സന്തോഷം കിട്ടാൻ പോകുന്നു? എനിക്കുണ്ടോ ഈ ദുഃഖം മാറാൻ പോകുന്നു? എൻ്റെ കയ്പ് മാറാൻ പോകുന്നുണ്ടോ? എൻ്റെ കഷ്ടത മാറാൻ പോകുന്നുണ്ടോ? എൻ്റെ അനാഥത്വം മാറാൻ പോകുന്നുണ്ടോ? ആർക്കും വേണ്ടാത്തതായ എൻ്റെ ഈ ജീവിതം എങ്ങനെ നന്നാകാൻ പോകുന്നു? വേണ്ട, ആർക്കും വേണ്ട. എന്നൊരു വിലയുമില്ല, ആർക്കും വിലയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയട്ടെ, അഡ്രസ്സില്ല എന്ന് പറഞ്ഞ് കഴിയുന്നവരുണ്ട്. എൻ്റെ അഡ്രസ്സൊന്നുമില്ല, എനിക്ക് അഡ്രസ്സില്ല. നാട്ടിൽ ഞാൻ ആരുമല്ല, ആരും എന്നെ അറിയുന്നില്ല. എന്നാൽ കേൾക്കൂ, ദൈവത്തിന് സ്തോത്രം. നിൻ്റെ കയ്പ് മാറി, നിൻ്റെ കാഞ്ഞിരം മാറി, യേശുവിൻ്റെ സമാധാനം ലഭിച്ചു കഴിയുമ്പോൾ നീ അഡ്രസ്സുള്ളവനായി തീരും. ദൈവത്തിന് സ്തോത്രം. അഡ്രസ്സുള്ളവനായി തീരും. കാരണം യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും നിൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ദൈവവുമാകുന്ന യഹോവയാകുന്നു ഞാൻ. ദൈവത്തിന് സ്തോത്രം. അഡ്രസ്സുണ്ട്. ആ നിത്യപിതാവിൻ്റെ മകൻ എന്നുള്ള അഡ്രസ്സ് നമുക്ക് ലഭിക്കുകയാണ്. പുതിയ അഡ്രസ്സ് കിട്ടുകയാണ്. സ്തോത്രം. നമ്മുടെ എല്ലാം വീടിന് മേൽവിലാസം ഉണ്ടായിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഒരു അഡ്രസ്സുണ്ട്. അതല്ല, ഒരു പുതിയ അഡ്രസ്സ് നമുക്ക് ലഭിക്കുന്നു. നിത്യരാജാതിരാജാവായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭവനത്തിൻ്റെ അംഗമാണെന്നുള്ളതായ ഒരു അഡ്രസ്സ് നമുക്ക് ലഭിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്നുള്ളത് അഡ്രസ്സ് നമുക്ക് ലഭിക്കുന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആത്മീയ അനുഭവം നമുക്ക് തരികയാണ്. കർത്താവ് ദാനമായി തരികയാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം. നീ എൻ്റെ കഷ്ടതയും
അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കണമേ. കർത്താവേ, എൻ്റെ കഷ്ടതയും എൻ്റെ ദാരിദ്ര്യവും എൻ്റെ കയ്പും എൻ്റെ കാഞ്ഞിരവും നീ ഒന്ന് ഓർക്കണമേ. സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ യെരമ്യാ പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. പ്രവാചകൻ കരയുന്നു. പ്രവാചകൻ എന്താണ് കരയാൻ കാരണം? പ്രവാചകൻ ജനത്തിനൊരു നാശം കണ്ട് കരയുന്നു. ജനത്തിന് ഒരു നാശം കണ്ട് കരയുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം കൃപ ചെയ്ത് നമുക്ക് അനുഗ്രഹങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. വചനം ധാരാളം ലഭിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത്, ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കും. വചനം നിങ്ങളുടെ കയ്പ് മാറ്റും. വചനം നിങ്ങളുടെ കാഞ്ഞിരം മാറ്റും. കയ്പേറിയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ വലഞ്ഞു പോകുന്ന മനുഷ്യനുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഒരൊറ്റ മനുഷ്യന് സ്വസ്ഥതയില്ല. തീ തിന്ന് കഴിയുകയാണ്. ഉള്ളുരുകി കഴിയുകയാണ്. സമാധാനത്തിന് കണികയില്ലാതെ വെപ്രാളപ്പെട്ട് കഴിയുകയാണ്. എന്തു വേണ്ടെന്നറിയാതെ വിഷമിച്ച് കഴിയുകയാണ്. സ്നേഹിതരെ, പലരും ദുഃഖത്തിൽ വലയുന്നവരാണ്. ദുരിതം പിടിച്ച ജീവിതം, കഷ്ടകാലം എന്ന് പറയട്ടെ, അങ്ങനെ കഷ്ടകാലത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നു. എന്നാൽ വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം, കയ്പ് മാറും, കാഞ്ഞിരം മാറും. നിങ്ങളുടെ ദുരിതത്തിൻ്റെ ഒരു പര്യവസാനമുണ്ട്. നിങ്ങളുടെ ഈ ദുർഗതിക്ക് ഒരു അവസാനമുണ്ട്. വിശ്വസിക്കൂ. നിങ്ങൾക്ക് സമാധാനം തരാനാണ് ക്രിസ്തു വന്നത്. ക്രിസ്തു വന്നത് സമാധാനം തരാൻ മാത്രമാണ്. ഒടുവിലത്തെ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഹൃദയം കലങ്ങരുതെന്നാണ് കർത്താവ് പറഞ്ഞത്. ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന് സുവിശേഷം 14-ാം അധ്യായം നിങ്ങൾ തനിയിരുന്ന് വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഉറക്കെ വായിക്കണം, തനിയിരുന്ന് വായിക്കണം. യോഹന്നാന് സുവിശേഷം 14-ാം അധ്യായം, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുതെന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത്. കുറച്ചങ്ങോട്ട് വായിച്ച് വരുമ്പോൾ കാണാം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന്. സ്തോത്രം. ആരോഗ്യമില്ലാത്തവർക്ക്, അപ്പനില്ലാത്തവർക്ക്, അമ്മയില്ലാത്തവർക്ക്, ഭർത്താവ് നഷ്ടപ്പെട്ടു പോയവർക്ക്, ഭാര്യ നഷ്ടപ്പെട്ടു പോയവർക്ക്, പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവർക്ക് ഈ വാക്യം കേൾക്കുമ്പോൾ എന്തൊരു ആശ്വാസമാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. സ്തോത്രം. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഞാൻ പോവുകയാണ്, പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് തന്നിട്ടാണ് പോകുന്നത്. സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെല്ലാം വാഞ്ചിക്കുന്നുണ്ട് എനിക്കൊരു സമാധാനം വേണമെന്ന്? ദരിദ്രനും ധനവാനും ഒരുപോലെ സമാധാനത്തിന് വേണ്ടി കഴിയുകയാണ്. പണ്ഡിതനും പാമരനും ഒരുപോലെ സമാധാനത്തിന് വേണ്ടി കഴിയുകയാണ്. അഭ്യസ്ത വിദ്യനും നിരക്ഷരകുഷിയും ഒരുപോലെ സമാധാനത്തിന് വേണ്ടി കരയുകയാണ്. എല്ലാവരും ആവശ്യക്കാരാണ് സമാധാനം. സ്തോത്രം. എന്തൊരാശ്വാസമാണ് ആ വാക്ക് കേൾക്കുന്നതിന്. സമാധാനം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സമാധാനമില്ലാതെ അലഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ. സമാധാനമില്ലാതെ വെപ്രാളപ്പെട്ടിരുന്നൊരു മനുഷ്യനാണ് ഞാൻ. നിരാശയിൽ ആണ്ടുപോയൊരു ജീവിതമായിരുന്നു എൻ്റേത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ സമാധാനം തന്നു യേശു. യേശു ഈ ഹൃദയത്തിലേക്ക് നടന്നു കയറി. അവിടെ നിന്ന് നടന്നു കയറിയത് ഞാൻ അത്ഭുതത്തോടെ ഓർക്കുകയാണ്. ഞാൻ വിളിച്ചില്ലായിരുന്നു. എനിക്കറിയാൻ പാടില്ലായിരുന്നു യേശുവിനെ വിളിക്കണമെന്ന്. കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പാവമൊന്നും ചെയ്യുന്നില്ലെന്നാണ് ധരിച്ചിരുന്നത്. എന്നാൽ എൻ്റെ അനുവാദം ചോദിക്കാതെ എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ 17-ാമത്തെ വയസ്സിൽ യേശു നടന്നു കയറി. പിന്നെ അവനവിടെ ഇരുന്നു കൊണ്ട് എന്നെ കുത്തി ഓരോ പൊട്ടും പൊടിയും കളഞ്ഞ് ഈ കരിമ്പാറയെ കർത്താവ് കുത്തി അവിടെ പൊളിച്ച് ഒരു മനോഹര ശില്പമാക്കി മാറ്റി. എനിക്ക് സമാധാനം കിട്ടി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കല്ല്, വെറും കല്ല്, മണ്ണിൽ കിടന്ന കല്ല്, ആ കല്ല്, ആ പാറ കർത്താവ് അതിൽ ഉളി കൊണ്ട് കുത്തി ചിലതിൽ അടർത്തി കളഞ്ഞു. എന്തെല്ലാമൊക്കെ അടർത്തി കളഞ്ഞു. എൻ്റെ സ്വാർത്ഥത അടർത്തി കളഞ്ഞു. എൻ്റെ ദ്രവ്യാഗ്രഹം അടർത്തി കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്ഥാനമോഹം അടർത്തി കളഞ്ഞു. മനുഷ്യൻ്റെ ബഹുമതിക്ക് വേണ്ടിയുള്ള ആഗ്രഹം അടർത്തി കളഞ്ഞു. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലുള്ളതായ അശുദ്ധി അടർത്തി കളഞ്ഞു. എൻ്റെ കർത്താവേ, എന്തെല്ലാം കോപാക്രാന്തമായ പെരുമാറ്റം അടർത്തി കളഞ്ഞു. ഇതെല്ലാം അടർത്തി ഓരോന്ന് മാറ്റി അതാതിൻ്റെ സ്ഥാനത്തിരുത്തി കഴിഞ്ഞപ്പോൾ എല്ലാം വേണ്ടാത്തതെല്ലാം അടർത്തി കഴിഞ്ഞപ്പോഴേക്കും ഒരു സുന്ദര ശില്പമായി മാറി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ ദൈവികമായ കാര്യമാണ് ഈ പറയുന്നത്. സുന്ദരശില്പം എന്ന് പറയുമ്പോൾ കാണാനുള്ള സൗന്ദര്യം അല്ല ഈ പറയുന്നത്. ആത്മീയമായി കർത്താവ് എനിക്ക് വേണ്ടാത്തതെല്ലാം എന്നെ അടർത്തി കളഞ്ഞു. സ്തോത്രം. നിങ്ങൾക്ക് വേണമോ അത്? ഈ സൗഭാഗ്യം നിങ്ങൾക്ക് വേണമോ? എങ്കിൽ തരാൻ യേശു വന്നിട്ടുണ്ട്. ഇന്ന് ഈ മനോഹരമായ ദിവസം, ഇന്ന് കരുണയുള്ള കർത്താവിൻ്റെ കൃപ നിങ്ങളെ സന്ധിക്കുന്ന ഈ സമയത്ത്, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കർത്താവിനോട് പറയാം. നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ പറയാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാം. യേശു അരികത്ത് വന്നിട്ടുണ്ട്. നല്ല സമയം കളയരുത്.
നിങ്ങൾ പറയണം, കർത്താവേ എന്നിൽ നടന്നു പോകേണ്ടതെല്ലാം ഒന്ന് അടർത്തിക്കളയണമേ, എന്നിൽ നിന്ന് വിട്ടുപോകേണ്ടതെല്ലാം ഒന്ന് മാറ്റിത്തരണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ലൗകികമായ ആഗ്രഹങ്ങളെല്ലാം ഒന്ന് അടർത്തിക്കളയണമേ, ഭൗതികമായ ഇച്ഛകളെല്ലാം ഒന്ന് മാറ്റി തരണമേ. എൻ്റെ യേശുവേ, എന്നെ ഞാനല്ലാതാക്കി മാറ്റണമേ. യേശുവേ, എന്നെ യേശുവിൻ്റെ ഹൃദയമുള്ളവനാക്കി മാറ്റണമേ. യേശുവേ, എന്നെ യേശുവിൻ്റെ സ്നേഹമുള്ളവനാക്കി മാറ്റണമേ. യേശുവേ, എന്നെ നിൻ്റെ മനസ്സുള്ളവനാക്കി മാറ്റണമേ. യേശുവേ, എൻ്റെ മനസ്സാക്ഷി കഴുകി തരണമേ. എന്നെ നീ വിശുദ്ധീകരിക്കണമേ. കയ്പ് മാറ്റണമേ, എൻ്റെ കാഞ്ഞിരം മാറ്റണമേ, എൻ്റെ ജീവിതത്തിൽ ദുരിതം മാറ്റണമേ, എനിക്ക് ആശ്വാസം തരണമേ. എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബത്തിൽ സമാധാനം തരണമേ, ഒരു നല്ല ശോഭനമായ ഭാവി എനിക്ക് തരണമേ. കർത്താവേ, നീ വരുമ്പോൾ നിൻ്റെ കാഹളനാദം കേട്ടുകൊണ്ട് പറന്നു വീരാനുള്ളതായ ആത്മാവിൻ്റെ തീ എൻ്റെ ഉള്ളിൽ കത്തണമേ. കർത്താവേ, ഇന്ന് തീ എൻ്റെ തലമേലൊന്ന് വീഴണമേ. സ്വർഗത്തിൻ്റെ തീ എൻ്റെ തലമേലൊന്ന് വീഴണമേ. സ്വർഗത്തിൻ്റെ അഗ്നി, പരിശുദ്ധാത്മാവിൻ്റെ തീ, ആ തീ കനലിൻ്റെ തലമേലൊന്ന് വീഴണമേ. എന്നെ ഉയർത്തണമേ, എന്നെ ഉണർത്തണമേ, എന്നെ ശക്തീകരിക്കണമേ. നാഥാ, എൻ്റെ മേൽ നിൻ്റെ കരമൊന്ന് വെക്കണമേ. എൻ്റെ യേശുവേ, നീ വന്നിരിക്കുന്നത് എനിക്കൊരനുഭവമാക്കി തരണമേ. നീ വന്നു, എന്നെ തൊട്ടു എന്നുള്ള ഒരനുഭവം പ്രാപിച്ചുകൊണ്ട് ഇന്ന് പോകാൻ എനിക്കൊരു ഭാഗ്യം തരണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിപ്പീൻ പ്രിയപ്പെട്ടവരെ, യാചിപ്പീൻ, ജീവനുള്ള ക്രിസ്തുവിനോട് യാചിപ്പീൻ. കർത്താവേ, എന്നെ തൊടണമേ. യേശുവേ, എൻ്റെ കൈപ്പ് മാറ്റണമേ. യേശുവേ, എൻ്റെ കാഞ്ഞിരം മാറ്റണമേ. യേശുവേ, എൻ്റെ ജീവിതത്തിലെ യാതനകൾ മാറ്റണമേ. എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിലെ പാവങ്ങൾ മാറ്റണമേ. എല്ലാ തിന്മയും മാറ്റണമേ. പൈശാചികന് അവകാശമുള്ളതെല്ലാം എന്നിൽ മാറ്റണമേ. പ്രാർത്ഥിക്കൂ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് ദാനമായി തന്നതിനാൽ സ്തോത്രം. ഞങ്ങൾക്ക് അർഹിക്കാത്തത് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. അപ്പോൾ ഞങ്ങളെല്ലാവരെയും അവിടുത്തെ സ്നേഹത്താൽ, ദിവ്യ സ്നേഹത്താൽ ചേർത്തണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാശത്തിലേക്ക് പോകാതെ, നിത്യനാശത്തിലേക്ക് പോകാതെ, നിത്യ അന്ധകാരത്തിലേക്ക് പോകാതെ ഞങ്ങളെ നിൻ്റെ തിരുമാറോട് ചേർത്തണച്ച് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധമായിട്ട് നിലനിൽപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.